ദാ ഈ ഒരു സാധനം എൻ്റെ റൂമിൻ്റെ മുറ്റത്താണ് ഞാൻ ഇപ്പത്ര അറിയുന്നത്. ഞാൻ കുറേ ആയിട്ട് കഴിക്കണം വിചാരിക്കുന്നുണ്ട്. ട്രെൻഡിങ്ങിലുള്ള സാധനമൊന്നുമല്ല, പണ്ടേ ഇല്ല സാധനം തന്നെ. പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടാ. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കാണുന്നു, പെട്ടെന്ന് കണ്ടതാ ഇത് നമ്മളെ റൂമിൻ്റെ മുറ്റത്ത്. പിന്നെ ഞാൻ വിചാരിച്ച് ഏതായാലും അമ്മ പോകുന്നതല്ലേ വാങ്ങാൻ വേണ്ടി, അപ്പോൾ ഒരു ഈവനിങ് വ്ളോഗ് കൂടി എടുക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ തന്നെ ഇതാ ഫലാഫലിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട്. ഇത് പഴയ ഷോപ്പാണ്, ഏകദേശം അല്ല 27 വർഷമായി ഈ ഷോപ്പ്. ഇതിൻ്റെ ഉള്ളിലെല്ലാം പഴയ ഫെസിലിറ്റീസും കാര്യങ്ങളാണ്. പഴയ ആൾക്കാരൊന്നും അധികം അവിടെ ഇരുന്നിട്ട് കഴിക്കൂല, എല്ലാവരും ഡെലിവറി വാങ്ങിപ്പോലാന്ന്. മെയിനായിട്ട് ഇവിടെ അറബികൾ എല്ലാവരും വരുന്ന ഷോപ്പാണ്. ശരിക്കും അറബിക് ഷോപ്പ് എന്നെന്ന് പറയാം. ഇവിടെ ഈ ഫലാഫൽ വാങ്ങിക്കാനാണ് കേട്ടോ ഈ ആൾക്കാരെല്ലാം വരുന്നത്. ഫലാഫിൽ മാത്രമല്ല, ഇവിടെ എന്തോ കീമ അങ്ങനത്തെ എന്തൊക്കെയോ വെറൈറ്റി ഐറ്റംസ് എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും കൂടുതലായിട്ട് ഇവിടുന്ന് പോകുന്നത് ഫലാഫിലാണ്. ഫലാഫലിൻ്റെ സാൻഡ്വിച്ചും എന്തൊക്കെയോ ഉണ്ട്, ഷവർമ്മക്ക്. ഇതിൻ്റെ ഈ സൈഡിലേ പോകുമ്പോൾ ഇങ്ങനെ തിളച്ച എണ്ണയിൽ ഈ പൊരിയുന്നൊരു സ്മെല്ലുണ്ടല്ലോ, അതിങ്ങനെ മണക്കൂട്ടാ. ഈ ഔട്ട് ഫാനിലൂടെ പുറത്തേക്കല്ലേ ഇതിൻ്റെ മണം അങ്ങനെ വരുന്നത്. ഇങ്ങനെ എപ്പോൾ മണക്കാം, ആ മണത്തിൽ തന്നെ നമുക്കിത് തിന്നാൻ തോന്നും. അത്രയ്ക്ക് നല്ല ഇങ്ങനെ ചൂടും ക്രിസ്പി ആയിട്ടുള്ള സാധനമാണ്. ഹാർഡല്ല, ഒരു ലൈറ്റ് വെയിറ്റ് ആണ്, എന്നാൽ നല്ല മുരിഞ്ഞ സാധനമാണ്. Thank you. ഞാൻ സാധാരണ ഇതിൻ്റെ അകത്തൊന്നും കയറില്ല, ഞാൻ പുറത്തുനിന്ന് തന്നെ ഹസ്ബൻഡിനെ അയച്ച് വാങ്ങലാണ്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ അവിടെ ചൂടുന്ന നല്ലൊരാളാന്നിട്ടുണ്ടായി. വീഡിയോ എടുക്കുന്നതാണോ അന്നെയും കൂടി എടുക്കുന്നത് ഇങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടാ. ദൂരത്തിനെ എന്നെ വിളിച്ച് അടുത്ത് വന്നിട്ട് വീഡിയോ എടുത്തോന്നെല്ലാം പറഞ്ഞിട്ട്. നല്ല സ്വഭാവം കേട്ടോ അവർക്ക്. അങ്ങനെ അതും വാങ്ങി ചൂടോടെ കഴിച്ചോണ്ട് പോയി. അതാ ഇതിൻ്റെ നേരെ മുമ്പിലാട്ടോ ഇത് ഒരു UP-ക്കാര ഷോപ്പാണ്. ഇതും പണ്ടേ ഇല്ല ഷോപ്പല്ല കഫ്റ്റേരിയ. അവിടെ ഇല്ലേ നല്ല ചൂട് ജിലേബി കിട്ടും. നമ്മുടെ നാട്ടിലെ സെയിം ജിലേബി അല്ല, അത് അവരുടേതായ സ്റ്റൈലിലെ ജിലേബിയാണ്. നല്ല ചൂടോട് കൂടിയിട്ട് ഇങ്ങനെ ക്രിസ്പിയും പിന്നെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഷുഗർ ഇങ്ങനെ വലിയുന്ന ടൈപ്പിലല്ലേ. ക്രിസ്പി എന്ന് പറഞ്ഞാൽ ഓവർ ക്രിസ്പി ആട്ടോ ശരിക്കും പറഞ്ഞാൽ. അതിങ്ങനെ പൊട്ടിക്കുമ്പോൾ ഷുഗർ ഇങ്ങനെ വലിയും. അതുപോലത്തെ ജിലേബി കിട്ടും. അത് ആ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വിചാരിച്ച് ഏതായാലും ഇറങ്ങിയല്ലേ 2-3 ജിലേബി കൂടി വാങ്ങാന്ന്. ഇതാ കണ്ടില്ലേ ജിലേബിൻ്റെ കളറ്. അവർ ഇതിലില്ലേ എക്സ്ട്രാ കളറും കാര്യങ്ങളൊന്നും ചേർക്കൂല, അതിലില്ല അതേ കളറിനെ കിട്ടല്. നമ്മളെ നാട്ടിലെ ജിലേബിക്ക് ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടാവില്ലേ, ചെറിയൊരു രീതിക്ക്. ആ പുളിപ്പെന്നല്ല, കുറച്ചും കൂടി ടേസ്റ്റ് ഇങ്ങനെ മധുരം തന്നെയാണ് നിൽക്കുന്നത്. പുളിപ്പിൻ്റെ ടേസ്റ്റ് വന്നിട്ടേ ഇല്ല. ചിലർക്കത് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇത് ചൂടോടെ ഇങ്ങനെ ക്രിസ്പി ഇഷ്ടപ്പെടുന്നില്ലേ, അവർക്കിത് നല്ലതാണ്. ഇങ്ങനെ സോഫ്റ്റ് ജിലേബിനേക്കാളും നല്ല ക്രിസ്പി മുരിഞ്ഞ് ഇഷ്ടപ്പെടുന്നവർക്കിത് നല്ലോണം ഇഷ്ടപ്പെടും ഈ ജിലേബി. ഇത് 1 ദിറംസിനില്ലേ 2 പീസ് കിട്ടും. ഞമ്മ അധികമൊന്നും വാങ്ങിച്ചിട്ടാ. എന്താ പറയുക, ഓവർ ഷുഗർ എന്തായാലും കഴിക്കൂല. കഴിച്ചാൽ 1 പീസല്ലേ കഴിക്കും. ഞാൻ 2 ദിറംസിന് ഏതായാലും വാങ്ങുന്നില്ല എന്നിട്ട് വാങ്ങിച്ചാന്ന്. അതിൽ കണ്ടതെന്ന് ഇനി പറയൽ പേര് മറന്നുപോയി. അതെല്ലാം ഉണ്ട്, നമ്മളെ ജിലേബി ആക്കുമ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കൂലല്ലോ. അങ്ങനെ ആ ചൂട് ജിലേബിയും കടിച്ചോണ്ടില്ലേ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ കേട്ടോ ഈ ഷോപ്പ് വരുന്നത്. അതേ ബിൽഡിങ്ങിൽ തന്നെയാണ് ഇതും വരുന്നത്. അവിടെ ഈ സാധനം ഉണ്ടോയെന്നൊരു ഡൗട്ടിലായിട്ടാണ് നമ്മൾ പോയത്. എന്താണെന്ന് വെച്ചാൽ ആ സാധനം ഇതിപ്പോൾ റോൾ ഐസ്ക്രീം ഇല്ലേ, അതിൻ്റെ പിക്ക് ഒളിപ്പിച്ച് വെച്ചിന്. അപ്പം നമുക്കൊരു ഡൗട്ടേ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നിട്ട് പകുതി മനസ്സോടെ അവിടെ പോയത്. നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ട് അവിടെ നിന്ന് ആൾ വന്ന് നമ്മൾ ചോദിച്ചേരും പറഞ്ഞാൽ അതേ ഉണ്ട് എന്നിട്ട് നമുക്ക് മെനു തന്നു. മെനുവിൽ കുറേ ഐറ്റംസ് ഉണ്ടായിനി. പക്ഷേ നമ്മൾ ഫസ്റ്റ് പിസ്ത ആട്ടാ പറഞ്ഞത്, പിസ്ത ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഓർഡർ ചെയ്തത് കിൻഡർ ഐസ്ക്രീമിൻ്റെ ഫ്ലേവറാണ്. വേറെ പല ഫ്ലേവറിലുണ്ടായിനി, ന്യൂട്ടല്ല, ചോക്ലേറ്റ്, സ്ട്രോബെറി, അങ്ങനത്തെ കുറേ ഫ്ലേവറിലുണ്ടായിനി. പിന്നെ കിൻഡറിൻ്റെ കുറച്ചൊരു നമുക്ക് എപ്പം കിട്ടുന്നില്ലല്ലോ, സാധാ ഐസ്ക്രീമിലൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ച് കിൻഡറിൻ്റെ ഓർഡർ ചെയ്യാമെന്ന്. പിന്നെ എനിക്ക് അതിൻ്റെ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. കിൻഡർ ജോയിൻ്റെ ഉള്ളിലെ ചോക്ലേറ്റും പിന്നെ കിൻഡറിൻ്റെ കുറേ ചോക്ലേറ്റ്സ് ഇല്ലേ, അതൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത് ഓർഡർ ആക്കി. ആദ്യം തന്നെ ഇത് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിന്. ഞാൻ അമ്മ തോന്നുന്നു ഫസ്റ്റ് ഇത് വാങ്ങാൻ വന്നത്. അതിന് മുമ്പ്
ഇന്നത്തെ ദിവസം ആരും വന്നിട്ടാന്ന് തോന്നുന്നു. ഒരു പൊടി വെള്ളം വരെ ഉണ്ടായിട്ട് നല്ല ഉണങ്ങി ഡ്രൈ ആയിട്ടാണ് ഉണ്ടായത്. പിന്നെ സാധാ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് പോകുന്ന പോലെ പെട്ടെന്ന് അത് നടക്കൂല കേട്ടോ. ഒരു 15 മിനിറ്റെങ്കിലും നിൽക്കേണ്ടി വന്നു നമുക്ക് ഇത് വാങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം അവർ ഉള്ളിൽ നിന്ന് എന്തെല്ലോ മിക്സ് ആയിട്ട് ജ്യൂസ് അടിക്കുന്നുണ്ടായിനി. ആ ജ്യൂസ് അടിച്ച സാധനമാട്ടോ ഈ ഗ്ലാസ്സിലുണ്ടായത്. ഇത് നേരെ അതിലേക്ക് ഒഴിച്ച് അതിൽ കിൻഡറിൻ്റെ എന്ത് സാധനം എന്നറിയില്ല, അത് ഇട്ടുകൊടുത്ത് മിക്സ് ആയിട്ടാണ് വന്നിനി. അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടുണ്ടായി നമ്മൾ പോയിട്ട് ഇത് വാങ്ങാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു അവരെ ആ ഐസ് സെറ്റായി വരാനായിരിക്കും. ഞാനിത് നേരിട്ട് ഇതുവരെ കണ്ടിട്ട്, അപ്പോൾ നല്ലൊരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് അത് നോക്കാൻ വേണ്ടി വന്നിനി. അപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഐസ്ക്രീം ചുരുട്ടിക്കൂട്ടി തന്നിട്ടുണ്ട് കേട്ടോ. 4 പീസാണ് ഈ ഐസ്ക്രീം ഉണ്ടായത്. ഓനില്ലേ ഈ അലങ്കാര പണിയൊന്നും ചെയ്തിട്ട് ജസ്റ്റ് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചതേ ഇല്ലു. എന്തെങ്കിലും ഒന്ന് ചെയ്യാനി, എന്തായാലും പൈസ കൊടുക്കുന്നതല്ലേ. അങ്ങനെ ഞാൻ റൂമിൽ നിന്ന് എത്താൻ നിന്നിട്ടാ ഞാൻ ആ ഷോപ്പിൻ്റെ പുറത്തുനിന്ന് തന്നെ കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. ഇത് കഴിച്ചേരും നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ഉണ്ടായിന്. പക്ഷെ കാണുന്ന പോലെയല്ല കേട്ടോ, ഒരു ചെറിയൊരു സ്റ്റിക്ക്, ഒരു വെളിച്ചിലുണ്ട്. നമ്മളെ ടർക്കിഷ് ഐസ്ക്രീമൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു സ്റ്റിക്കി ടൈപ്പാണ്. നമ്മൾ കിൻഡറിൻ്റെ ഫ്ലേവർ പറഞ്ഞുകൊണ്ട് ശരിക്കും ആ കിൻഡർ ജോയിൻ്റെ ഉള്ളിലൊരു വൈറ്റ് ആ ടേസ്റ്റ് ഇല്ലേ, കിൻഡർ ചോക്ലേറ്റ് വരുന്ന അതേ ടേസ്റ്റ് കിട്ടീന് കേട്ടാ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും ഫ്ലേവർ ഓക്കെ ആയിരുന്നു. ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു നല്ല കൊളാവോന്നില്ലേ. ഇത് കണ്ടില്ലേ, നല്ല മോസറല്ല ചീസൊക്കെ വെലിയുന്ന പോലെ വെലിയുന്നത്. ഇതിൻ്റെ ടെക്സ്ചറിന് ഇങ്ങനെ വലിച്ചിലാട്ടോ ഉണ്ടായത്. അപ്പം ഇല്ലേ, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിനാ? പെട്ടിനെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണേ. എന്നാ ഓക്കെ.